എന്തായിരിക്കും പാകിസ്ഥാനെ, ചൈനയെ കാശ്മീരിലേക്ക് കൊണ്ടുവരുന്ന ഘടകം? പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ കൊമേഴ്ഷ്യലായ ഡൊമസ്റ്റിക് ആയ വാട്ടർ ഡിമാൻഡിന്റെ വലിയൊരു ശതമാനവും ഇൻഡസ് എന്ന് പറയുന്ന, സിന്ധു എന്ന് പറയുന്ന ഒരൊറ്റ നദിയെ ആശ്രയിച്ചിരിക്കുന്നു. ആ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇന്ത്യക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വരുന്നത്. അത് ഏതാണ്ട് 75% വെള്ളവും പാകിസ്ഥാന് കിട്ടുന്ന നിലയിലാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി നിലവിലുള്ളത്. അപ്പൊ ഇപ്പം പിന്നെ ഈ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ അതിന്റെ ഏറ്റവും അടുത്ത ഘട്ടങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ വിമർശിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെയും BR അംബേദ്കറിന്റെയൊക്കെ നേതൃത്വത്തിൽ ഭരണഘടന ഉണ്ടാവുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതിന് ഒരു വലിയ രൂപത്തിലുള്ള മുന്നോട്ട് പോക്കുണ്ടാവുന്നു. ഈ മുന്നോട്ട് പോക്കിന്റെ സമയത്ത് അദ്ദേഹം എടുത്തിരുന്ന പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, പല പ്രധാനപ്പെട്ട നയങ്ങളും ഇന്ത്യയെ പിറകോട്ടടിപ്പിച്ചു എന്നോ, ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ അടിയറ വെച്ചു എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ പറയാറുണ്ട്. ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ ആ കാലത്തെ ദേശീയ നേതൃത്വം എടുത്തിരുന്ന സമീപനങ്ങൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പരിശോധിക്കാവുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോ നമ്മൾ പ്രധാനമായിട്ടും നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 2025 ഇരുന്നു കൊണ്ട് 1960-ലോ 65-ലോ എടുത്ത ഒരു തീരുമാനത്തെ വിലയിരുത്താനുള്ള വൃഥാ വ്യായാമങ്ങളായിട്ടാണ് ഈ നെഹ്റുവിയൻ കാലഘട്ടത്തെ പറ്റിയുള്ള പഠനം എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം ഇപ്പോ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഇപ്പം പരക്കെ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു നദിയുടെ ചില കൈവഴികൾ പൂർണ്ണമായും ഒരു രാജ്യത്തിന് അനുവദിക്കുക, മറ്റു ചില കൈവഴികൾ മാത്രം നമുക്കായിട്ട് എടുത്തു വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അത് വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയ ഒരു വാട്ടർ ഷെയറിംഗ് ആണ്. കാരണം ആ നദിയുടെ ഭൂരിഭാഗം ജലവും പാകിസ്ഥാന് ലഭ്യമാവുന്ന തരത്തിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും അതിവൈകാരികമായി രണ്ട് മതവിഭാഗങ്ങളോ രണ്ട് മതവിശ്വാസങ്ങളോ തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തെ കാണുന്നത്. അതിനെക്കാട്ടിലും അതിന്റെ ജിയോ പൊളിറ്റിക്കൽ ആയ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ നടത്തിയാൽ, അതിനകത്ത് നിങ്ങൾ ഈ വികാരത്തിന്റെ അംശം ഒഴിവാക്കി കളഞ്ഞ് നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും പാകിസ്ഥാനെ, ചൈനയെ കാശ്മീരിലേക്ക് കൊണ്ടുവരുന്ന ഘടകം? അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ലളിതമാണ് അവരുടെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് ഈ ഇന്ത്യ ഒരുപാട് നദികളാൽ സമൃദ്ധമായ ഒരു രാജ്യമാണ്. ആ നിലയിൽ ഇപ്പൊ നമുക്ക് ഗംഗ പോലെയുള്ള വലിയ നദികൾ, യമുന, അതിന്റെയൊക്കെ ട്രിബ്യൂട്ടറികളും ഡിസ്ട്രിബ്യൂട്ടറികളുമായിട്ടുള്ള നിരവധി നദീവ്യൂഹങ്ങൾ ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സദേൺ സ്റ്റേറ്റ്സിലും നമുക്ക് നദികളും അത്യാവശ്യം ശുദ്ധജലത്തിന്റെ അവൈലബിലിറ്റി ഉണ്ട്, മഴ ഉള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ വളരെ ആ നിലയിലൊക്കെ നമ്മൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് പല നിലയിലും. പക്ഷെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ, പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ കൊമേഴ്ഷ്യലായ ഡൊമസ്റ്റിക് ആയ വാട്ടർ ഡിമാൻഡിന്റെ വലിയൊരു ശതമാനവും ഇൻഡസ് എന്ന് പറയുന്ന, സിന്ധു എന്ന് പറയുന്ന ഒരൊറ്റ നദിയെ ആശ്രയിച്ചിരിക്കുന്നു. ആ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇന്ത്യക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വരുന്നത്. ഇപ്പൊ ലഡാക്ക്, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം തീർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഇന്റർനാഷണലി നടന്നിട്ടുണ്ട്. അപ്പൊ ഓവൻസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഓവന്റെ പ്ലാൻ പറഞ്ഞിരുന്നത് അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാന് കൊടുക്കുകയും ഹിന്ദു ഭൂരിപക്ഷ മേഖലകൾ ഇന്ത്യ എടുക്കുകയും രണ്ടുപേരുടെയും സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷനുള്ള സ്ഥലങ്ങൾ നമുക്ക് അവിടെ റഫറൻഡം നടത്തുകയും ചെയ്യാം എന്ന് UN വേണ്ടി ഓവൻ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ഡിപ്ലോമാറ്റ് അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് ആദ്യം എതിർക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം ഈ പറയുന്ന ഫോർമുലയിൽ ലഡാക്ക് സ്ക്വയർലി ആൻഡ് കംപ്ലീറ്റ്ലി ഇന്ത്യക്ക് വരും. വിച്ച് മീൻസ് ഈ പറയുന്ന സിന്ധു നദിയുടെ നിയന്ത്രണം 100% ഇന്ത്യക്കാവും. ഇപ്പം നമ്മുടെ ഈ പറയുന്ന ഒരു സംഘർഷത്തിന്റെ പരകോടിയിൽ എവിടെയെങ്കിലും വെച്ച് ഈ നദിയെ ഗതി തിരിച്ചു വിടാൻ ഒരു തോന്നൽ ഇന്ത്യക്കുണ്ടായാൽ തങ്ങളുടെ ജനതകൾ കംപ്ലീറ്റ് അവിടെ എന്തായി മാറും, അവരുടെ ജീവിതം ഇല്ലാതായി പോകും എന്നുള്ള ആശങ്കയാണ്. ആ ജിയോ സ്ട്രാറ്റജിക് ഇൻസെക്യൂരിറ്റിയാണ് കാശ്മീരിനെ വിടാതെ പിടിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. അപ്പം നെഹ്റു എന്താണ് ശ്രമിച്ചിരിക്കുന്നതെന്ന് ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ നദിയുടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയ ഒരു ബൈലാറ്ററൽ ട്രീറ്റിക്ക് അകത്ത് കൊണ്ടുവന്ന് ജലം എന്ന അവരുടെ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു. എന്നിട്ട് നിരന്തരം നമ്മളെ ആക്രമിക്കാനുള്ള അവരുടെ താല്പര്യത്തെ അല്ലെങ്കിൽ വാസനയെ കെടുത്തിക്കളയാനും അതിലൂടെ കുറച്ചുകൂടെ സെക്യൂർ ആയ ഒരു കാശ്മീർ ഉണ്ടാക്കുക, അവിടുത്തെ മനുഷ്യർക്ക് കുറച്ചുകൂടെ സ്വൈര്യമായ ഒരു ജീവിതം ഉണ്ടാക്കുക, അതിലൂടെ നമ്മളിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയ ഒരു സഹോദര രാഷ്ട്രം എന്ന നിലയിൽ അവരെ അഭിസംബോധന ചെയ്യുക, അവരുടെ ജനങ്ങളുടെ പ്രശ്നം അഡ്രസ് ചെയ്ത് കൊടുക്കുക. ഈ നിലയിൽ അദ്ദേഹം എടുത്ത തീരുമാനത്തെ
ഒരു ഏകദേശം നമ്മൾ 2025 തോന്നുന്ന വൈരാഗ്യത്തിന്റെ പുറത്ത് എന്ത് ചെയ്യാണ്, ഇത് മുഴുവൻ അവിടെ കൊടുത്തു എന്ന് പറയാണ്. പക്ഷെ ഏത് കാലത്തുനിന്ന് പുറത്തെടുത്ത് വെച്ചാൽ പല കാര്യത്തിനും അങ്ങനെ പ്രശ്നമുണ്ട്. അത് ഏതാണ്ട് 75% വെള്ളവും പാകിസ്ഥാന് കിട്ടുന്ന നിലയിലാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി നിലവിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഈ ജലവൈദ്യുതിക്ക് വേണ്ടിയിട്ട് ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ നദി, അതിനെയാണ് പാകിസ്ഥാൻ എപ്പോഴും ഇന്റർനാഷണൽ കോർട്ടിൽ പോകുന്നതും കേസുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് ഇപ്പൊ നമ്മുടെ കൊമേഴ്ഷ്യൽ എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഡാമുകൾ ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഒരു കുറ്റമാണെന്നല്ല, പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ഇവരെ എല്ലാം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇല്ല.